ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് സുവിശേഷത്തിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 11 അധ്യായത്തിലെ 12 മുതലുള്ള 14 വരെ തിരുവചനങ്ങൾ വായിക്കാം. അടുത്ത ദിവസം അവർ ബഥാനിയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളരിട്ട് നിൽക്കുന്നൊരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു വചനം പോലെ നമുക്ക് തോന്നാം. ഒരു പക്ഷേ തികച്ചും ബുദ്ധിശൂന്യവും ക്രൂരവും എന്ന് തോന്നാവുന്ന ഒരു പ്രവൃത്തിയാണ് മർക്കോസ് സുവിശേഷകൻ ഇവിടെ വിവരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അല്പം വ്യത്യാസങ്ങളോടെ മറ്റ് സുവിശേഷങ്ങളിൽ ഇതില്ലതാനും. എന്നാൽ ഇതിന് സമാനമായ ഒരു സംഭവം ലൂക്കാസ് സുവിശേഷങ്ങളിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഒരു ഉപമയുടെ രൂപത്തിൽ വിശുദ്ധ വാരത്തിൻ്റെ തുടക്കത്തിൽ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിൻ്റെ പിറ്റേന്ന് എന്തേ യേശു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു? അത്തിപ്പഴത്തിൻ്റെ കാലമില്ലാതിരിക്കെ പഴമില്ല എന്നതിൻ്റെ പേരിൽ എന്തേ ആ മരത്തെ ശപിക്കുന്നു? വിശപ്പിൻ്റെ കാഠിന്യത്തിൽ സുബോധം നഷ്ടപ്പെട്ടതാണോ? മത്തായിയുടെ വിവരണത്തിൽ പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന സൂചനയില്ല. യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ മരം ഉണങ്ങി. എന്നാൽ മർക്കോസിൻ്റെ വിവരണത്തിൽ പിറ്റേന്ന് മരം ഉണങ്ങിപ്പോയതായിട്ടാണ് വിവരിക്കുന്നത്. തന്നെയുമല്ല, ശാപത്തിനും ഉണങ്ങലിനും അതേ സുപ്രധാനമായ സംഭവം മർക്കോസ് വിവരിക്കുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, ദേവാലയ ശുദ്ധീകരണം ഇതുതന്നെയാണ് അവിടെ വിവരിച്ചിട്ടുള്ളത്. ഒരുമിച്ച് പോകേണ്ട വിവരണം രണ്ടായി പിളർന്ന് അതിന് മധ്യേ മറ്റൊരു വിവരണം ചേർക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് ആക്ച്വലി. ഈ രണ്ട് വിവരങ്ങൾ സാൻഡ്വിച്ച് വിവരണം അല്ലെങ്കിൽ സാൻഡ്വിച്ച് നെറേറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഫലശൂന്യമായ അത്തിവൃക്ഷം ഫലശൂന്യമായ ദേവാലയത്തിൻ്റെ പ്രതീകമാകുന്നു. ധാരാളം ഇലകളുള്ള മരത്തിൽ പഴങ്ങളുണ്ടാകാം എന്ന പ്രതീക്ഷ ഉണർത്തുന്നു. അതുപോലെ തന്നെയാണ് അകലെ നിന്ന് നോക്കുമ്പോൾ ജനനിബിഡമായ ദേവാലയം, ലക്ഷക്കണക്കിന് ആളുകൾ, ആഘോഷങ്ങൾ, ബലിയർപ്പണങ്ങൾ. എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ദേവാലയം ചന്തയായി തീർന്നിരിക്കുന്നു. ജനത്തെ വഞ്ചിക്കുന്ന അർത്ഥശൂന്യമായ വെറും പൊള്ളയായ ഒരു അടയാളം ദൈവം വസിക്കാത്ത ആലയത്തിന് നിലനിൽപ്പില്ല. അതിന് നാശം അടുത്തിരിക്കുന്നു. ഈ സന്ദേശമാണ് ഫലശൂന്യമായ അത്തിവൃക്ഷത്തിൻ്റെ അനുഭവത്തിലൂടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കും, സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടിയിൽ നിന്ന് അതിൻ്റെ ഫലം ആഗ്രഹിക്കാനുള്ള അധികാരവുമുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ആ സൃഷ്ടാവ് തന്നെ അതിനെ നശിപ്പിച്ച് കളയാനും അധികാരമുണ്ട്. ഇതേ സന്ദേശം ഒരു ഉപമയുടെ രൂപത്തിൽ ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ നട്ടുപുലർത്തിയ അത്തിവൃക്ഷം ഫലശൂന്യമായി നിൽക്കുന്നു. വേലക്കാരൻ്റെ യാചന മാനിച്ച് അതിന് 1 വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുന്നു. എന്നിട്ടും ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. ജെറുസലേമിലേക്കുള്ള യാത്ര മധ്യയാണ് യേശു ഈ ഉപമ പറഞ്ഞത്. യേശു ജെറുസലേമിൽ എത്തിയതോടെ ഈ കാലാവധി കഴിഞ്ഞു. അത്തിവൃക്ഷവും ദേവാലയവും ജനത്തിൻ്റെ പ്രതീകമാണ്. ഇസ്രയേലിൻ്റെ മാത്രമല്ല നമ്മുടെയും. ബാഹ്യമൂടികളിൽ ഭ്രമിക്കുന്നവർക്ക് നീതി, കാരുണ്യം, വിശ്വസ്തത എന്നീ ഫലങ്ങളില്ലെങ്കിൽ വെട്ടിത്തീയിൽ എറിയപ്പെടും എന്ന് പ്രസക്തമായൊരു താക്കീതാണത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മളെല്ലാം യേശു നട്ടുവളർത്തുന്ന ജീവിതങ്ങളാണ്. യേശു കാംക്ഷിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ കൊടുക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മളിൽ നിന്നില്ലെങ്കിൽ വെട്ടിത്തീയിലെറിയപ്പെടും. സത്യമായ ഒരു തിരുവചനം, ആ ഒരു ബോധ്യമാണ് നമ്മളെ വഴി നടത്തേണ്ടത്.
അതുകൊണ്ടാണ് പറഞ്ഞത്, ശിഷ്യൻ അടുത്ത ദിവസം അവൻ ബഥാനിയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. അതുകൊണ്ട് സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള പൂർണ്ണമായി വിധേയത്വം ഉണ്ടായിരിക്കണം. ആ വിധേയത്തിൽ കൂടി സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഏത് രീതിയിലുള്ള, നമ്മളൊരു വൃക്ഷത്തെ വളർത്തിയാലും ഒരു പെറ്റ്സിനെ വളർത്തിയാലും എന്തെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു പ്രതീക്ഷ അതിൻ്റെ അധികാരിക്കുണ്ടായിരിക്കും. ആ അധികാരിക്ക് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആണ് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ വെട്ടി തീയിലെറിയപ്പെടും. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ ജീവിതങ്ങളാണ്, ഈ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊടുക്കാനായിട്ട് നമുക്കാവണം എന്നുള്ളൊരു വലിയൊരു താക്കീതാണ് വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കി ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ വചനങ്ങളാൽ നമ്മളെ സമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങ് നോക്കുന്ന സമയത്ത്, കർത്താവേ, ഞങ്ങളെ വിളിക്കുന്ന സമയത്ത്, നീ ആഗ്രഹിക്കുന്ന സമയങ്ങളെല്ലാം നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളിൽ ഗുണങ്ങൾ ഞങ്ങളിൽ ഓരോരുത്തരിലെയും നിറയ്ക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.